ഹലോ. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ഈ പാരഗ്രാഫ് നോക്കാം. കിസി താലാബ് में एक मेंढक रहता था. उसके दांत हमेशा गंदे और काले रहते थे. वह मक्खियाँ बहुत खाता था. शायद इसलिए वह चॉकलेट भी खाता था. उसे 2-4 चॉकलेट के बीच 2-4 मक्खियों रखकर खाना पसंद था. वह इसे മക്കി സാൻഡ്വിച്ച് कहता था. അതിന് എന്താ പറയുക? മക്കി സാൻഡ്വിച്ച് എന്ന് പറയും അല്ലേ. മക്കി എന്താ? ഈച്ച ആണ് അല്ലേ. യെസ്. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്. ഇപ്പം ഒരു തവളയുടെ കഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മേണ്ടക് കഹാ രഹതാ താ. മേണ്ടക്ക് എവിടെയാണ് ജീവിച്ചിരുന്നത് അല്ലേ? എവിടെയാണ്? തലാബ് മേയാണ് അല്ലേ. യെസ്, കുളത്തിലാണ് കേട്ടോ. അപ്പം മേണ്ടക്ക് ദാന്ത് കേസേ രഹത്തെ. മേണ്ടക്കിൻ്റെ പല്ല് എങ്ങനത്തതായിരുന്നു? ഇത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനത്തെയാണ്? ഗന്ധേ ഓർ കാലേ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. മേണ്ടക്കോ ക്യാ പസന്ത. മേണ്ടക്കിന് ഇഷ്ടമുള്ളത് എന്തായിരുന്നു? മച്ച്ലിയല്ല, മക്കി സാൻഡ്വിച്ച് അല്ലേ. ഈച്ചേൻ്റെ സാൻഡ്വിച്ചാണ് ആർക്കിഷ്ടം? മേണ്ടക്കിന് ഇഷ്ടം അല്ലേ. മക്കി സാൻഡ്വിച്ചാണ് മേണ്ടക്കിന് ഇഷ്ടം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേണ്ടക് ചോക്ലേറ്റ് കെ ബീച്ച് ക്യാ രഖ്കർ ഖാത്ത. ചോക്ലേറ്റിൻ്റെ കൂടെ എന്താണ് കഴിക്കുന്നത്? മക്കിയാം, ഈച്ചേനെയും കൂടെ കഴിക്കൂലേ. യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. യെസ്, ഇതിലേതാണ്? മേണ്ടക് ചോക്ലേറ്റ് ഖാത്ത ഥ അല്ലേ. ഇതാ എവിടെ? മേണ്ടക് ചോക്ലേറ്റ് ഖാത്ത ഥ. ഇതാണ് ആൻസർ. അടുത്തത് ജമീൻ കോ ജാദു ആത്താ ഹേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് में ഭൂമി के लिए किस शब्द का प्रयोग हुआ है. ഭൂമി എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതാണ് ഈ കവിതയിൽ? അപ്പോൾ നമുക്ക് അത് അറിയണം അല്ലേ. അത് ജമീമാണ് കേട്ടോ. ജമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഭൂമി എന്നും പറയും, ജമീൻ എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇതുപോലെ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഓണം എക്സാമിനും ഉണ്ട്, ക്രിസ്മസ് എക്സാമിനും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും എഴുതിയത് ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കാണണം. അടുത്തത് നോക്കാം. നിമ്നലിഖിത് ആശയവാലി പങ്ക്തി ചുൻകർ ലിഖോ. അമൃത് കെ ബീച്ച് ബോനെ സെ അമൃത് മിൽത്താ ഹെ. അത് എങ്ങനെ എഴുതും നമ്മൾ? അഗർ അമൃത് ബീഞ്ചു മേ തോ ധേ അമൃത് ദേത്തി ഹേ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. കവിതാംശിക ആശയ ലിഖം. ആശയം എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം നമ്മൾ ആ കവിത പരിചയപ്പെടുത്തി കൊടുക്കണം. പിന്നെ അതുപോലെ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള വരികൾ, പിന്നെ കവിത എഴുതിയത് ആരാന്നൊക്കെ എഴുതിയിട്ട് വേണം കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ എല്ലാ കവിതകളുടെയും ആശയം ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത് നോക്കാം. നമുക്ക് വീണ്ടും ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ 3-4 വരികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? കിസ്കെ ഹാത്ത് ആക്കർ ആँखों पर ഫൽക്കേം ഗീഞ്ച് ജാത്തേ. നീന്ത് കെ ഹാത്താണല്ലേ. യെസ്, നീന്ത് കെ ഹാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചനാओं की सहायता से मार्च लेक का പരിചയ ദേത്തെ ഹുയെ അപ്നെ മിത്ര കോ പത്ര ലിഖോ. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ കത്തിന് തുടക്കത്തിൽ ഇവിടെ നിങ്ങളെ പേര് എഴുതണം, അഡ്രസ്സ് എഴുതണം. ഇവിടെ നിങ്ങൾ ആർക്കാണോ കൊടുക്കുന്നത് ആ കത്ത് എഴുതുന്നത്, ഫ്രണ്ടിൻ്റെ പേര്, അഡ്രസ്സ് അല്ലേ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേര്. ഇപ്പോൾ ആരാധ്യ, നിങ്ങൾ അഡ്രസ്സ് സ്കൂളിൻ്റെ പേര് എഴുതുക. ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് അലൻ എഴുതുക, അലൻ്റെ അഡ്രസ്സ് എഴുതുക. എന്നിട്ട് നമ്മൾ എന്തെഴുതണം? തും കേസേ ഹോ അല്ലേ. കത്തിൻ്റെ തുടക്കത്തിൽ ഹലോ അലൻ തും കേസേ ഹോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി തുടങ്ങുക അല്ലേ. കാര്യങ്ങൾ എഴുതി തുടങ്ങിയിട്ട് അവസാനം അതുപോലെ നമ്മൾ മുകളിൽ ഡേറ്റ് വേണം അല്ലേ. ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അത് 25 യെസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതാണൊരു കത്തിൻ്റെ ഫോർമാറ്റ്. അടുത്തത് നോക്കാം. ഖൺ പഠോ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖോ. ഇത് വായിച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം എഴുതാൻ. സബ്നെ മിൽക്കർ കിസ്കോ ബച്ചായ. സബ്നെ മിൽക്കർ കിസ്നെ ബച്ചായ. ആരെയാണ് ഇവിടെ രക്ഷിക്കുന്നത്? ബാദൽക്കോ ആണ് അല്ലേ? യെസ്. ഇത് വായിച്ചാൽ തന്നെ ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിൻ്റെയൊക്കെ ആൻസർ ഉണ്ടാവും. നിങ്ങൾ വായിച്ച് നോക്കൂ. ബില്ലി സബ്നെ മിൽക്കർ ബാദൽക്കോ ബച്ചായ. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സബ്നെ മിൽക്കർ കിസ്കോ ബച്ചായ? ബാദൽക്കോ. അടുത്തത് നോക്കാം. പാനി ജീവൻ കാ ആധാർ ഹേ. ഇസ് ആശയ പർ ഏക് പോസ്റ്റർ തയ്യാർ കരോ. നമ്മൾ ഇതുപോലുള്ളൊരു പോസ്റ്റർ ഓണം എക്സാമിന് അല്ല ക്രിസ്മസ് എക്സാമിന് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പോസ്റ്റർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം. നമ്മൾ പാനി അമൂല്യ ഹേ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? പാനി അമൂല്യ ഹേ. ഓക്കെ. പാനി അമൂല്യ ഹേ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം? ഒരു വെള്ളം ഇങ്ങനെ വെള്ളത്തുള്ളിയുടെ ഒരു ചിത്രമൊക്കെ വരച്ച് ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ആ പോസ്റ്റർ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിതുപോലെ പിക്ചർ തരും അല്ലേ? പിക്ചർ തന്നിട്ട് എന്തെഴുതാനാണ്? അവിടെ സൈഡിൽ തന്നെ അതിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് 2 എക്സാമിനും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ? നീമ്പു ഏതാ? 3ാമത്തതാണ് നീമ്പു. ഇത് നീമ്പു അല്ലേ? ഓക്കെ. പിന്നെന്താ ഉള്ളത്? മച്ച്ലി നമുക്കറിയാം. കലി പൂമൊട്ട്. അമ്രൂദ് എന്താ? അമ്രൂദ് എന്ന് പറയുന്നത് പേരക്കയ്ക്ക് കേട്ടോ. പിന്നെ ഇതാ ബുഡ അല്ലേ? വയസ്സായിട്ടുള്ള അമ്മുമ്മ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ എഴുതണം കേട്ടോ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗതിവിധി 6 അല്ലേ? കവിതാംശ് പഠോ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖോ. അപ്പോൾ ഇതെന്താണ്? കേരൾ കെ കേലെ, കേരൾ കാ പാനി, കേരൾ കി നാവേൻ, ലംബി പുരാനി, കേരൾ കെ ഹാത്തി, കേരൾ കെ ചാവൽ, കേരൾ കി നദിയാ, കേരൾ കെ ബാദൽ. ഓക്കെ. കവിത കിസ് ഗഹർ ജഗഹ് കെ ബാരെ മേ ഹെ. എന്താണ്? കേരളാണല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിത കെ ലിയെ ഏക് ശീർഷക് ദോ. നമുക്ക് കേരളം തന്നെ കൊടുക്കാം അല്ലേ? അതല്ലേ കേരളത്തിനെ കുറിച്ചല്ലേ പറയുന്നത്? അപ്പം കേരളം എന്ന് പറഞ്ഞിട്ട് അതന്നെ കൊടുക്കുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇതിൻ്റെയൊക്കെ ആൻസറും ഉണ്ടാക്കാം. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ത് ചെയ്യാനാ? സഹി മിലാൻ കരോ. അപ്പോൾ നമുക്ക് കേരൾ കാ എന്താണ്? പാനി അല്ലേ? കേരൾ കാ പാനി. യെസ്. ഇനി കേരൾ കെ കേലയാണ് അല്ലേ? കേരൾ കി നാവേ അല്ലേ? ഇവിടെ നോക്കൂ. ഇവിടെ കറക്റ്റ് സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ തന്നെ ഉണ്ട് കേരൾ കാ പാനി അല്ലേ? ഇനി കേരൾ കെ കേലേ. ഇതുപോലെ കേരൾ കി ഇവിടെ നാവ് ഇവിടെ ഇതാ ആദ്യത്തെ 3 വരിയാണ് ഇവിടെ നമുക്ക് താഴെ തന്നിട്ടുള്ളത് അല്ലേ? എന്നിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതും സിമ്പിളാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇരുന്ന് എടുത്ത് പഠിക്കുക. കഴിഞ്ഞ എക്സാമിൻ്റെ അതിൻ്റെ മുന്നത്തെ എക്സാമിൻ്റെ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.